നമസ്കാരം, ഞാൻ കവാല ശശികുമാർ. അല്ല, ഈ RSS മേധാവി അമേരിക്കയിൽ പോയാൽ ആർക്കാണ് ഇത്ര വെപ്രാളം? ആർക്കാണ് ഇത്ര തലവേദന? ആർക്കാണ് ഇത്ര പേടി? മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എന്തിനാണ് ഇത്ര വെപ്രാളമൊന്നും മനസ്സിലാവുന്നില്ല. ഈ എതിർക്കാനും ചെറുക്കാനും ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് രാപകൽ ശ്രമിച്ച് പരാജയപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, അവരെക്കാൾ വലുതൊന്നും അല്ലല്ലോ ഈ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി മേയർ സോഹ്റൻ മന്ദാനി. അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ് ഇപ്പോഴും ഈ 100 വർഷമായിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ RSSനെ കാണുന്നത്. അതിനേക്കാൾ കഷ്ടമാണ് ഈ പറയില്ലേ, ആട്ടുംകാട്ടവും കടലക്കയും അതും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് വാസ്തവത്തിൽ ഈ ന്യൂയോർക്കിലെ മേയർ എന്നൊക്കെയുള്ള വലിയ പദവി ഉണ്ടെങ്കിലും ഈ സോഹ്റൻ മന്ദാനി. 100 വർഷമായിട്ടും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാകാത്ത കാര്യം, പെട്ടെന്നൊന്നും ഒരു വിദേശത്ത് ജനിച്ച് വളർന്ന് വന്നിരിക്കുന്ന ഒരാൾക്ക് ചില ഇന്ത്യൻ കണക്ഷൻ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രമൊന്നും മനസ്സിലാകാൻ സാധ്യതയുമില്ല. ഇപ്പോൾ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അമേരിക്കയിൽ മാഡിസൺ സ്ക്വയർ പരിപാടിയിൽ പങ്കെടുക്കും. അത് തടയാനും വിലക്കാനും നടത്തുന്ന ചില ശ്രമങ്ങൾ, അതിനുവേണ്ടി കോട്ടും ടൈയും ധരിച്ച് ഇറങ്ങിയിരിക്കുന്ന ഈ മന്ദാനിക്ക് അത് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ചോദ്യം. പിന്നെ എന്തിന് എതിർക്കുന്നു? സംഭവം പറയാം. ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ 100ാം വാർഷികം പ്രമാണിച്ചിട്ട് രാജ്യവ്യാപകമായി അത് ബഹുജന സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുതിർന്ന നേതാക്കൾ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് അവർക്ക് അറിയുവാനുള്ള കാര്യങ്ങൾ അറിയുവാനും ഇവർക്ക് പറയുവാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ബൃഹത് പരിപാടികൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് ലക്ഷക്കണക്കിന് പേര് നേരിട്ട് പങ്കെടുക്കുന്ന പരിപാടികൾ ഭാരതത്തിനുള്ളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ അത് കാണുകയും അതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ സംവാദങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പലരും സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഈ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അമേരിക്കയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല, ആ പരിപാടി നടത്താൻ പാടില്ല എന്നൊക്കെയാണ് ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങളും വിമർശനങ്ങളും. എന്തുകൊണ്ടാണ് ഈ വിദേശത്ത് ഈ പരിപാടി നടത്തുന്നത്? 1, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകർ വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. 2, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം മറ്റൊരു പേരിൽ ഹിന്ദു സ്വയം സേവക സംഘ് എന്ന പേരിൽ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഭാരതീയതയെക്കുറിച്ചും ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും അറിയുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ഉള്ള ആളുകൾക്ക് താല്പര്യവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ആണ് ഈ തരം പരിപാടികൾ നടത്തുവാനും ഈ സംവാദം നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ HSS എന്ന് പറയുന്ന പേരിൽ RSSൻ്റെ പ്രവർത്തനം 1989 മുതലുണ്ട്. 220 ശാഖകൾ അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തനം, സേവാ പ്രവർത്തനം, യോഗ പരിശീലനം, ഭാഷാ പഠനം, കുടുംബ പ്രബോധന പരിപാടികൾ, സംഗമങ്ങൾ, ഉത്സവ ആഘോഷങ്ങൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. 1966 മുതൽ ഇംഗ്ലണ്ടിലും ഇതുണ്ട്, ബ്രിട്ടനിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 45 രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം, ഈ ഹിന്ദു സ്വയം സേവക സംഘിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. 39 രാജ്യങ്ങളിൽ പ്രതിവാര ശാഖകൾ കൃത്യമായി നടക്കുന്നുണ്ട്. 75 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി, മാസത്തിലായാലും വർഷത്തിലായാലും നടക്കുന്ന പ്രത്യേക പരിപാടികളിൽ പങ്കെടുക്കുവാൻ വേണ്ടി 75 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. 5 ഭൂഖണ്ഡങ്ങളിലായിട്ട് 1500-1600ഓളം ശാഖകളുടെ പ്രവർത്തനമുണ്ട്. ഇത്തരം വിപുലവും വിശാലവും വൈവിധ്യപൂർണവുമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സാരം. അപ്പോൾ ഒരു മേയർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ജ്ഞാനവുമില്ലാതെ എന്താണ് RSS എന്നും എന്തിനാണ് അത് പ്രവർത്തിക്കുന്നതും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും എവിടെയൊക്കെ പ്രവർത്തിക്കുന്നതെന്നും അറിയാൻ വയ്യാതെ ഒരു മേയർ കിടന്ന് പുളയ്ക്കുകയാണ്. എന്താണ് ശരിക്കുള്ള സംഭവം? അദ്ദേഹത്തിൻ്റെ ആവശ്യം മോഹൻ ഭാഗവതിനെ അമേരിക്കയിലെ പരിപാടിയിൽ നിന്ന് വിലക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഈ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ RSS അല്ല പരിപാടി സംഘടിപ്പിക്കുന്നത്. അമേരിക്കൻ ഹിന്ദുസ് ഫോർ എൻഗേജ്മെൻറ്റ് ആൻഡ് ഡയലോഗ് എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 29 പരിപാടി. ന്യൂയോർക്ക് സിറ്റിയിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വൈകിട്ട് ആണ് പരിപാടി. 5000-ഓളം പേരുകൾ പങ്കെടുക്കുന്നുമുണ്ട്. യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻ എന്നാണ് പരിപാടിയുടെ പേര്. എന്തിനാണ് ന്യൂയോർക്ക് സിറ്റി മേയർ സോഹ്റൻ മന്ദാനി എതിർക്കുന്നത്? ആർക്കറിയാം. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പരിപാടി നടത്തുന്നത് മേയറല്ല,
മുനിസിപ്പാലിറ്റി അല്ല, മേയറുടെ സ്വാധീനത്തിലോ അധീനതയിലോ ഉള്ള സ്ഥലത്തല്ല, നിരോധിക്കാനോ നിയന്ത്രിക്കാനോ അധികാരമില്ല, അതിന് കഴിയുകയുമില്ല. പക്ഷെ വെറുതെ ബലം പിടിക്കുകയാണ്. അതിന് കാരണമുണ്ട്, അത് കാരണം പറയാം. ആരാണ് ഈ മന്ദാനി എന്ന് അറിയണമല്ലോ. അത് അറിയുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഒരു ഇന്ത്യൻ കണക്ഷൻ ഈ മനുഷ്യനുണ്ട്. ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ട് ചുമതല ഏറ്റിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. 2026 ജാനുവരി 1 അദ്ദേഹം സ്ഥാനമേറ്റത്. ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ മട്ടിലായിരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ വാർത്തകൾ കയറുകയും ചെയ്യാമല്ലോ. പിന്നെ ഇന്ത്യൻ ചോര ഉള്ളതുകൊണ്ട് RSSനെ എതിർക്കുന്നത് ഒരു വീരജനമത്തിന് തുല്യ പദവിയാണ് എന്ന് എങ്ങനെയോ തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. പ്രസിദ്ധ ഹിന്ദി ഇംഗ്ലീഷ് സിനിമാ സംവിധായിക മീര നായരുടെ മകനാണ് ഈ മന്ദാനി. അപ്പം മീര നായർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചങ്ങനാശ്ശേരി പെരുന്ന ആസ്ഥാനമായ നായർ സമുദായവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഇല്ല കേട്ടോ. ഈ മീര നായർ പഞ്ചാബിയാണ്, ജനിച്ചത് ഒറീസയിലാണ്. ഈ മീര നായർക്ക് അഫ്ഗാനിയായ രണ്ടാമത്തെ ഭർത്താവ് മഹ്മൂദ് മന്ദാനി എന്ന് പറഞ്ഞ ആളിൽ ജനിച്ച ആളാണ് നമ്മളീ പറയുന്ന ഈ സൊഹ്റാൻ മന്ദാനി. അപ്പോൾ ഈ മീര നായർക്ക് എങ്ങനെ ഈ മീര നായർ എന്ന പേര് വന്നു? വാസ്തവത്തിൽ പഞ്ചാബിയിലുള്ള ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ സർനെയുമായിട്ടുള്ള നയ്യാർ എന്നാണ് ശരിക്കുള്ള പേര്. പക്ഷേ മീരയുടെ അപ്പൂപ്പൻ എങ്ങനെയോ ഈ നായർ എന്നുള്ള സ്പെല്ലിംഗാണ്, ഇംഗ്ലീഷ് സ്പെല്ലിംഗാണ് ഉപയോഗിച്ചത്. അങ്ങനെ മീര നായറായി. അപ്പോൾ മീര നായരായി. ഇന്ത്യൻ വംശജനായ ആയ ന്യൂയോർക്ക് മേയർ എന്നൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ. ആർക്ക്? ഈ നമ്മുടെ സൊഹ്റാൻ മന്ദാനി ന്യൂയോർക്കിൻ്റെ മേയറായ സമയത്ത് വിശേഷിപ്പിച്ചത് അങ്ങനെയൊക്കെയാണ്. അദ്ദേഹം അവിടുത്തെ 112ാമത്തെ മേയറാണ്. അപ്പം ഇന്ത്യൻ വംശജൻ എന്ന് വിശേഷിപ്പിച്ചത് മാത്രമല്ല, അദ്ദേഹം പകുതി മലയാളിയാണെന്ന് വരെ ഈ മീര നായരുടെ മകൻ എന്നുള്ള പേര് കേട്ടിട്ടപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ ഇവർ പോലും ജനിച്ചത് ഒഡീഷയിലാണ്. ആര്? മീര നായർ ജനിച്ചത് ഒഡീഷയിലാണ്. ഇദ്ദേഹമാണെങ്കിൽ ഈ സൊഹ്റാൻ മന്ദാനിയാണെങ്കിൽ ജനിച്ചത് ഉഗാണ്ടയിലാണ്. ഉഗാണ്ടയിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന ആളാണ്. എന്തായാലും ഈ മകൻ ഇന്ത്യാവിരുദ്ധനാണ്, RSS വിരുദ്ധനാണ്. ഞാൻ ജനിച്ചതും വളർന്നതും മതേതരമായ ചില പശ്ചാത്തലത്തിൽ ആയതിനാൽ എനിക്ക് ഈ RSSൻ്റെ തലവൻ അവിടെ വന്ന് പ്രസംഗിക്കുന്നത് സഹിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പക്ഷേ ജനിച്ചത് ഉഗാണ്ടയിലാണ്. ഉഗാണ്ടയിൽ ജനിച്ചത് ഇപ്പോൾ അവിടുത്തെ മതേതരത്വം ഒന്നും നമുക്ക് അത്ര വ്യക്തമല്ല, അവിടുത്തെ മതഘടനയും വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ 1946 മുതൽ അവിടെ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം ഉണ്ട്. ഹിന്ദു സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. RSS സർസംഘചാലക സംവദിക്കുകയും ചെയ്യുന്ന മാഡിസൺ സ്ക്വയർ, അത് ന്യൂയോർക്കിലെ മാൻഹാട്ടനിലുള്ള പ്രദേശത്തെ ഒരു ലോകപ്രസിദ്ധമായ ഒരു പൊതു പരിപാടി വേദിയാണ്. അതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ്. സ്പിയർ എൻ്റർടൈൻമെൻറ്റ് കമ്പനി ആൻഡ് മാഡിസൺ സ്ക്വയർ ഗാർഡൻ എൻ്റർടൈൻമെൻറ്റ് കോർപ്പറേഷൻ എന്ന് 2 കമ്പനികളാണ് അതിൻ്റെ അതിൻ്റെ നിയന്ത്രണങ്ങളുള്ളത്. അത് മുഴുവൻ കോടിപതികളായ ഡോലൻ കുടുംബത്തിൻ്റെ സ്വത്തുമാണ്. അപ്പോൾ അവിടെ നിരോധനമില്ല. അവിടെ ആർക്ക് പരിപാടിക്ക് അനുമതി ചോദിച്ചാലും പരിപാടി നടത്തുവാൻ വേണ്ടി ഉള്ള നിബന്ധന പ്രകാരമുള്ള കാര്യങ്ങളിലാണ് പരിപാടി നടത്തും. അത് ചട്ടവിരുദ്ധമാണെങ്കിൽ നടത്തത്തില്ല, ചട്ടവിരുദ്ധമല്ലെങ്കിൽ അതിന് നടത്താൻ തടസ്സമില്ല. ഇതൊരു കാരണവശാലും ഈ പരിപാടി തടയുവാൻ വേണ്ടിയിട്ട് ഈ മേയർക്കാവില്ല. ഇവിടെ ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ ഡൊണാൾഡ് ട്രംപും കൂടി ചേർന്നിട്ടുള്ള വലിയ പരിപാടി, ഗംഭീര പരിപാടി നടന്നത് അവിടെയായിരുന്നു. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും തടയാനാവില്ലെങ്കിലും വെറുതെ തിളക്കുകയാണ് സാമ്പാർ. അതാണ് അവിടുത്തെ അവസ്ഥ. മുമ്പ് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് കടത്തരുത്, വിസ കൊടുക്കരുത്, അനുമതി കൊടുക്കരുത്, പ്രവേശനാനുമതി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചില വിദ്വാൻമാർ വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും കത്തെഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ഉണ്ടായിരുന്നു, CPMൻ്റെ നേതാവ് സീതാറാം യെച്ചൂരിയൊക്കെ അതിന് മുമ്പിൽ നിന്ന ആൾക്കാരായിരുന്നു. അത് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവർ ഈ കല്ലിൽ കടിച്ച് പല്ല് കളയുക എന്നുള്ളത് ഈ ചില ആൾക്കാരുടെ ഒരു ജീവിത രീതിയാണ്. മാത്രമല്ല അവർ ഈ എടുക്കാനാവാത്തത് പൊക്കി പരാജയപ്പെട്ട് നാണം കെടുന്നത് അവർക്ക് ശീലവുമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല. ഇത്തരക്കാരുടെ രീതി അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ കുട്ടി സഖാവിൻ്റെ ഒരു വികാരവും വിവേചന ബുദ്ധിയും ഒക്കെ തന്നെ ഉള്ളൂ ഈ മേയർക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്. രണ്ടാമത് മറ്റേ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ സുഡാപ്പികളുടെ ഒരു ആവേശവും അത്രമാത്രം. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലകൻ്റെ പ്രസംഗം അവിടെ നിരോധിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിന് അതിനപ്പുറത്തേക്കൊന്നും കാമ്പ് ഉണ്ട് എന്ന് ധരിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ
RSS സർസംഘചാലകന്മാർ ആദ്യമായിട്ടൊന്നുമല്ല വിദേശത്ത് പോകുന്നത്. അവരാദ്യമായിട്ടല്ല വിദേശത്തെ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അവർ ഈ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, അമേരിക്കയിൽ തന്നെ പോയിട്ടുണ്ട്, മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട്, പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2018 ഡോക്ടർ മോഹൻ ഭാഗവത് അമേരിക്ക സന്ദർശിച്ചിട്ട് അവിടെ 2ാം ലോക ഹിന്ദു കോൺഗ്രസ്സിൽ വൻ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. സർസംഘചാലകന്മാരായിരുന്ന KS സുദർശൻജി, അതുപോലെ പ്രൊഫസർ രാജേന്ദ്ര സിംഗ്, ഇവർ ഒക്കെ തന്നെ ഈ അമേരിക്കയിൽ പോയിട്ടുണ്ട്, അവിടെ സംസാരിച്ചിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. സർസംഘചാലകൻ മോഹൻ ഭാഗവത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഉജ്ജ്വലമായ സ്വീകരണവും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം 29-ാം തീയതി അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ആ പരിപാടിയിൽ പങ്കെടുക്കും, പ്രസംഗിക്കും. ഇവിടെ ഇന്ത്യയിലെ, കേരളത്തിൽ, മറ്റ് പല സംസ്ഥാനങ്ങളിലും സംവദിച്ചതുപോലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും, പറയാനുള്ളത് പറയും, ഈ കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷേ എന്തിന് എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഒക്കെ വലിയ വക്താക്കളായിരിക്കുന്ന ആളുകൾ. അവർ ഏത് രാജ്യത്തായാലും അവരിങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ അടിസ്ഥാന മനസ്സാണത് കാണിക്കുന്നത്. എന്തായാലും പരിപാടി നടക്കും. പരിപാടിക്ക് ഇങ്ങനെ ഈ തരത്തിലുള്ളൊരു വലിയ പ്രചാരണം കിട്ടിയത് നന്നായി എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് ചില അബദ്ധങ്ങളോ അല്ലെങ്കിൽ കുബുദ്ധിയോ ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. സംവദിക്കട്ടല്ലേ, സംവാദങ്ങൾ ഉണ്ടാവട്ടെ, സംവദിക്കട്ടെ, തുറന്ന് ചോദിക്കട്ടെ, പറയട്ടെ. അങ്ങനെ പറഞ്ഞില്ലേ ആൾക്കാർ തമ്മിൽ അറിയുന്നത്. അങ്ങനെ പറഞ്ഞില്ലേ സംഘടനകൾ ആ സംഘടനകളെ ആളുകൾ സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അവർ സ്വീകരിക്കട്ടെ, കേൾക്കുന്നവർ സ്വീകരിക്കട്ടെ. അല്ലാതെ ഈ തരത്തിലുള്ള കുപ്രചാരണങ്ങളും ഈ തരത്തിലുള്ള ഇത് കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു നാളെ മോഹൻ ഭാഗവതിനെ അവിടെ കയറ്റാതെ തടഞ്ഞു നിർത്തും എന്നൊക്കെയുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ഈ തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ്. ഈ രീതിക്ക് ഒരു മാറ്റം വരേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും കാണാം. നമസ്കാരം.